റേനി മുടമ്പള്ളിയച്ചൻ തന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ നടത്തിയ മറുപടി പ്രസംഗം. ആ ഒരു ഫീല് എനിക്ക് തോന്നിയ പോലെ തോന്നുന്നു. ഞാൻ എന്റെ വൈദിക ജീവിതത്തിലും പല ഇടവകളില് പല അച്ഛന്മാർക്ക് ഓർഡിനേഷന് നടത്തുമ്പോൾ ഇവിടെ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അവർക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. എനിക്ക് പട്ടം തന്നത് ദിവംഗതനായ ദിവനാശിസ് തിരുമേനിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വൈദിക ജീവിതം അല്ലെങ്കിൽ ഓർഡിനേഷന്റെ സമയത്തൊക്കെ പറയുന്നത് നാട്ടിലെ KSRTC ബസിന്റെ കാര്യം പറഞ്ഞ പോലാണെന്ന്. നാട്ടിലെ KSRTC ബസിന്റെ പ്രത്യേകത, ഒരു പുതിയ റൂട്ടിലേക്ക് ഒരു പുതിയ ബസ് വരുമ്പോൾ നമ്മൾ അവിടെ വലിയ മാലയൊക്കെ ഇട്ട് അതിനെ സ്വീകരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ വാഴ തണ്ടൊക്കെ അല്ലെങ്കിൽ കൊലയുള്ള വാഴയൊക്കെ അതിൽ കെട്ടിത്തൂക്കി, കവുങ്ങിന്റെ അടക്കായൊക്കെ കെട്ടിത്തൂക്കി. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല, നാട്ടിൽ നിന്ന് വന്ന പ്രായമുള്ളവർക്കറിയാം. അങ്ങനെ വലിയ സ്വീകരണം കൊടുക്കുന്നു. എന്നാൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ആ ഇന്ത്യയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ ഒരു സമരം വന്നാൽ ആദ്യത്തെ ഏറ് കിട്ടുന്നതും ഈ KSRTC ബസ്സിന് തന്നെയാണ്. ഇങ്ങനെയാണ് ഓരോ വൈദികരും എന്നാണ് അദ്ദേഹം അന്ന് ഒരാശംസയായിട്ട് പറഞ്ഞത്. അപ്പോൾ പിതാവ് പറഞ്ഞു, ആ ഏറ് കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊക്കെ ഈ കൊച്ചച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അതിനുശേഷം ഞാൻ വികാരിയായിരുന്ന പള്ളികളിലൊക്കെ പല സ്ഥലത്തും ഓർഡിനേഷനൊക്കെ നടന്നപ്പം ഞാൻ അവർക്ക് ആശംസ ഈ സെയിം സാധനം തന്നെ പറഞ്ഞു. പക്ഷെ ഏറ് കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നല്ല, നല്ല ചങ്കൂറ്റത്തോടെ ഈ ഏറ് വാങ്ങിക്കാനുള്ള മാനസികാവസ്ഥ ലഭിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. ഏറെ എന്തായാലും കിട്ടും. അപ്പൊ പിന്നെ കരഞ്ഞോണ്ട് കിട്ടുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല ധൈര്യത്തോടു കൂടി അത് ഏറങ്ങ് വാങ്ങിക്കുക, പറ്റുവാണെങ്കിൽ ചെറുതായിട്ട് തിരിച്ചോണ്ട് കൊടുക്കുകയും ചെയ്യുക. അതൊക്കെ ആയിരിക്കും അതിന്റെ ചില ആധുനിക ലോകത്തിലെ മോഡേൺ ക്രിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന കാരണം. ചില സമയത്ത് നമ്മുടെ ബെറ്റിസിസ്റ്റ് പറയാറുണ്ട്, കഞ്ഞി കുടിച്ച് പോകണ്ടേ, തട്ടിപ്പൊട്ടി പോകണ്ടേ എന്നൊക്കെ പറയുന്ന പോലെ ആണത്. ഏതായാലും വളരെ സന്തോഷം. ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പ് സ്നേഹം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ ഒരു സമൂഹമുണ്ട് ഇവിടെ. അതാണ് എന്റെ പ്രിയപ്പെട്ട ഇടവക്കാർ. അതിവിടെ നമുക്ക് പറഞ്ഞു, ഇത്രയും ഭംഗിയായിട്ട് ഇത് ക്രമീകരിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ. അഭിനന്ദ പിതാക്കന്മാര്, പ്രത്യേകിച്ച് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹിസ് ഗ്രേസ് Sebastian Durey-Raj, whenever we meet him in a loving concern as a brother, he approaches us. Especially I do remember when we conducted the film Face of the Faceless, he supported us like anything. As you go ahead, it will be a success. That was the word he used when we approached him. Whenever we approach him, I do remember when I met him first in the simplicity, the example of simplicity. Even myself and Father Gino was there, I think. Then they asked, how did he come? Okay, by road. Where is the driver? In the car. Call him. And actually that Archbishop was serving tea and snacks to the driver by himself. That much simplicity he was holding. Even in his absence, I express our Malangara Catholic Church gratitude to Archbishop. And also the president of today's meeting, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് പിതാവ്. ചില സമയത്തൊക്കെ ചില കാര്യങ്ങള് നമ്മൾ പിതാവിനോട് ജോലി ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് തോന്നും ഈ പിതാവ് പറയുന്നതൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമില്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത്. പണ്ട് ചിലപ്പോൾ പറഞ്ഞു പോയാൽ, ഞങ്ങളെ പണ്ട് സെമിനാരി പഠിക്കുമ്പോൾ സെന്റ് ജോസഫിന് പറഞ്ഞ ഒരു അബദ്ധം പറ്റിയായിരിക്കും ഞാനാ പ്രസംഗം പറഞ്ഞത്. അപ്പം ഒരു ദാനിയൽ മംഗലത്തച്ഛൻ എന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട റെക്ടർ. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ആ ലാസ്റ്റ് സെന്റ് ജോസഫിന് ഡീക്കനായി കഴിഞ്ഞപ്പം പ്രസംഗം പറഞ്ഞപ്പം അച്ഛനടുത്ത് ഞാൻ പ്രസംഗം പറഞ്ഞതാണ് അന്ന് ഓർക്കുന്നത്. എപ്പോഴും 10-25 വർഷം മുമ്പ് ഈ അച്ഛനെ ദൂരെ നിന്നുണ്ട ഭയങ്കര സാധനമാണെന്ന് തോന്നും, ഭയങ്കര ദുഷ്ടനാണെന്ന് തോന്നും. ഞാൻ പറഞ്ഞു വന്ന അടുത്ത് വന്നാൽ അങ്ങനെ അല്ലെന്നാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പം അടുത്ത് ചെന്നാൽ സത്യമാണെന്ന് മനസ്സിലാകുന്നതാണ് പറഞ്ഞു പോയത്. അപ്പൊ പിന്നെ ആ പിതാവെ, തീർച്ചയായിട്ടും അങ്ങയുടെ നേതൃത്വം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പൊ ഇന്ന് പിതാവിനോടുള്ള പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ സ്കൂളിൽ ആരോടേക്ക് സൂചിപ്പിച്ചു. അപ്പൊ ഇന്ന് പിതാവ് ആക്ച്വലി ഇപ്പോൾ ദുബായിലായിരിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ മിനിസ്റ്ററുടെ ഭാഗമായിട്ട് ദുബായിൽ പോയതാണ്. വരേണ്ടത് അടുത്ത നെക്സ്റ്റ് വീക്ക്. ഈ വീക്കെൻഡ് കൂടെ കഴിഞ്ഞ് ഇന്നും കൂടെ കഴിഞ്ഞാണ് വരേണ്ടത്.
ഞാനപ്പോൾ പിതാവിനോട് അന്ന് പറഞ്ഞായിരുന്നു, ഓൾറെഡി നമ്മൾ ആർച്ച് ബിഷപ്പിനും ബാക്കി മെത്രാന്മാർക്കൊക്കെ ഡേറ്റ് കൊടുത്തുകൊണ്ട് പിതാവ് ചോദിച്ച ഡേറ്റ് മാറ്റാമോ ഇന്നത്തെ. അപ്പൊ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, കാരണം ആർച്ച് ബിഷപ്പിന്റെ ഒക്കെ ഡേറ്റ് കിട്ടാൻ നമുക്കറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ പിതാവ് ബുദ്ധിമുട്ടി, പിതാവിന്റെ ടൈം ടേബിൾ ഒന്നും മാറ്റണ്ട, അതായത് നാട്ടിൽ വെച്ച് ജൂബിലിയുടെ സമാപനം നടത്തുന്നുണ്ട്, ആ സമയത്ത് ഏതായാലും പിതാവ് വരും എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വരണ്ടെന്നല്ല പറഞ്ഞത്, പിതാവിന്റെ പ്രോഗ്രാം മാറ്റരുത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പിതാവ് പറഞ്ഞത് ശരിയാകത്തില്ല, അച്ഛന്റെ ഒരു പ്രോഗ്രാം ഭോപ്പാൽ വെച്ച് നടത്താൻ തീർച്ചയായിട്ടും ഞാൻ വരണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി കട്ട് ഷോട്ട് ചെയ്ത് ഇന്നലെ രാവിലെ 6 മണിക്കാണ് ഡൽഹിയിൽ തിരിച്ചെത്തിയത്. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് 2 മണി 2:30 അവിടുന്ന് ഫ്ലൈ ചെയ്ത് 4 മണിക്ക് ഭോപ്പാൽ എത്തിയത്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ സമൂഹത്തോടുള്ളതായ അദ്ദേഹത്തിന്റെ സ്നേഹം പ്രത്യേകിച്ച് എന്നോടുള്ളതായ ഒരു കരുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരം റിസ്ക് എടുക്കാനായിട്ടുള്ള താല്പര്യം കുറവാണല്ലോ. അപ്പോൾ നിർത്താനുള്ളതായ പ്രത്യേകം നന്ദി, വളരെ ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ഞാൻ നേരത്തെ അഭിനന്ദ ജോസഫ് പിതാവ്. നമ്മൾ സാധാരണ പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു സ്കൂളിലൊക്കെ വന്നു ഇറ്റ്സ് മൈ ഓൺ ബിഷപ്പ്, ബിക്കോസ് ഞാൻ ബേസിക്കലി ബത്തേരി രൂപതക്കാരനാണെന്ന് അറിയാമല്ലോ. ഞാനിവിടെ വന്നത് ആക്ച്വലി നമ്മുടെ അയോധ്യ നഗർ സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ട് അഭിനന്ദ പിതാവ് 3 വർഷത്തേക്ക് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാണ് എന്നെ ഭോപ്പാലിൽ വിട്ടത്. ആ 3 ഇപ്പം 6 കഴിഞ്ഞു, 7ാമത്തേലോട്ട് പ്രവേശിക്കുകയാണ്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. പിതാവായാലും പറഞ്ഞു അടുത്ത ജൂബിലി ആയാലും ഇവിടെ വന്ന് ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ആഘോഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളതെന്നാ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇന്നലെ 2 സ്കൂളിലെ പ്രോഗ്രാമിൽ പറഞ്ഞു, ആക്ച്വലി എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഹി ഈസ് റിയലി മൈ മെന്റർ. കാരണം ഈ പിതാവ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും സെക്കുലർ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആധുനിക ലോകത്തിലെ വൈദികര് സെക്കുലർ സ്റ്റഡീസിന്റെ ഉടമകളാകണമെന്ന് മലങ്കര കത്തോലിക്ക സഭയെ പഠിപ്പിച്ചത് അഭിനന്ദ ജോസഫ് പിതാവാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അത് പറയാൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ഭിന്ന പിതാക്കന്മാരൊക്കെ എല്ലാവരും തന്നെ PhD ഒക്കെ ഉള്ളവരാണ്. റോമിലും മറ്റ് ലുവൈൻ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ പോയി PhD ഒക്കെ ഉള്ള പിതാക്കന്മാർ തന്നെയാണ്. പക്ഷേ ജോസഫ് പിതാവിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ PhD ഈസ് ഇൻ എക്കണോമിക്സ് ഫ്രം കേരള യൂണിവേഴ്സിറ്റിയാണ്. എക്കണോമിക്സിൽ PhD എടുത്ത മെത്രാന്മാര് നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആധുനിക ലോകത്തിലെ മോഡേൺ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ബത്തേരി രൂപതയിലെ അഭിനന്ദ മെത്രാപ്പോലിത്ത സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇന്ന് ബത്തേരി രൂപതയിൽ സെക്കുലർ സ്റ്റഡീസ് നടത്താത്ത വൈദികർ വളരെ വളരെ കുറച്ചാണ്. 99% വൈദികരും ഐദർ BEd അങ്ങനെ BEd MEd PG അങ്ങനെ സെക്കുലർ സ്റ്റഡീസ് ഉള്ളവരാണ്. ഇന്നലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വെറുതെ കാഷ്വൽ ടോക്കിൽ പറഞ്ഞു, മലങ്കര കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ സെക്കുലർ സ്റ്റഡീസ് ഉള്ളതായ ഡയോസിസ് ഇന്ന് ബത്തേരി ഡയോസിസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ എന്റെ രൂപത അതുകൊണ്ട് പറഞ്ഞതല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. കാരണം നമ്മുടെ എല്ലാ രൂപതകളിലും തന്നെ വൈദികര് ബത്തേരി രൂപതയിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അഭിനന്ദ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ ഒരു ദീർഘവീക്ഷണത്തിന്റെ പരിണിത ഫലമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. അഭിനന്ദ പിതാവ് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്ത്, വയനാട്ടിൽ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഞങ്ങളുടെ ഈ ഇടവകയിൽ കടന്നു വരികയും ഈ ഭോപ്പാൽ പ്രദേശത്ത് 1-2 ദിവസം ഞങ്ങളോടുകൂടി ആയിരിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ജൂബിലിയുടെ ആശംസകൾ പറയുകയും ഒക്കെ ചെയ്തതിന് അഭിനന്ദ പിതാവിനോടുള്ളതായ പ്രത്യേക നന്ദി വ്യക്തിപരമായും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. അഭിനന്ദ പക്കോമിയസ് പിതാവ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ആക്ച്വലി ഞങ്ങളൊരു മിഷൻ ടൂറിന്റെ ഭാഗമായിട്ട് മുംബൈ, പൂനെ എന്നീ സ്ഥലങ്ങളിലാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അല്ലാത്ത ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് താനും. അതുകൊണ്ടാണ് ആ ഹിസ്റ്ററി, തിരുമേനിയിൽ നിന്നുള്ള ഹിസ്റ്ററിയൊക്കെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സിൽവാനിയസ് പിതാവ് എന്റെ ഫസ്റ്റ് കസിനാണ്. അപ്പോൾ ആ ഒരു ബന്ധവുമുണ്ട്. അഭിനന്ദ പിതാവ് ഈ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തപ്പം ഇവിടുന്ന് ഇടവക്കാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാനിത് അറിഞ്ഞിരുന്നില്ല, ജൂബിലി ആഘോഷം ഇടവക്കാർ സംഘടിപ്പിക്കുന്നുണ്ടെന്ന്. ജിനോഷൻ പറഞ്ഞു അവരെന്തോ ഒരു പരിപാടിക്ക് പക്കോമിയസ് പിതാവിനെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടെന്ന്. അപ്പൊ ഞാൻ വികാരി അറിയാവുന്ന ഒരു പരിപാടി അതെന്താന്നുള്ളൊരു സംശയം. അങ്ങനെയാണ് പിന്നെ ആ ഒരു ചെറിയ അപ്പൊ ആദ്യമേ ജൂബിലിക്ക് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചത് അഭിനന്ദ പക്കോമിയസ് പിതാവിനെയാണ്. തീർച്ചയായിട്ടും ഈ ബിസി ഷെഡ്യൂളിനിടയ്ക്ക് എനിക്കറിയാം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പൂനെയിൽ ഇന്നലെ മരിക്കുകയുണ്ടായി. നാളെ അതിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കുണ്ട്. ഒരുപക്ഷെ ഞങ്ങളൊന്നും സംശയിച്ചായിരുന്നു ഇതിന്റെ പിതാവ് അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന്. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്.
പക്ഷെ ഇതൊക്കെ ആയിട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് വളരെ ആത്മാർത്ഥമായി ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടും കൂടി ആയിരിക്കണം അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അഭിനന്ദനാദി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ളതായ വളരെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ആശംസാ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞ ദേവസാച്ചൻ വലിയ തള്ളുകാരനാണ്, എനിക്കിത് മനസ്സിലായി കാണുന്നുണ്ട്. ദേവസാച്ചൻ ഞാൻ അത് ചെയ്തു പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, അങ്ങനെയൊക്കെ ചെയ്യണം എന്നാ. പലരും നമ്മളോട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചവര് പലരും ഞാനങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും ഞാനൊരു മാർജിൻ ഇട്ടേ ഉള്ളൂ. ആര് എത്ര ഒക്കെ പറഞ്ഞാലും അവിടെ ഒരു മാർജിൻ ഇടും. എത്ര താഴ്ത്ത് കെട്ടിയാലും ഒരു പരിധിക്കുള്ളിൽ ഞാൻ എന്തെങ്കിലും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായിരുന്നു പറഞ്ഞാല് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇത്ര നല്ലതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ വേറൊരു മീനിങ് ഉണ്ട്. എന്നാ പറയുക, ഉൾട്ടാ മീനിങ്. ഹിന്ദിയിൽ അങ്ങനെയല്ലേ പറയുന്നത്. അതെന്താണ്, അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുകൂടാണ് അതിനകത്ത്. ആയിരിക്കാം, ശ്രമിക്കാൻ തീർച്ചയാച്ച. അപ്പൊ ഏതായാലും പ്രത്യേക നന്ദി അച്ഛനോട് അറിയിക്കുന്നത്. സൂചിപ്പിക്കപ്പെടുന്ന പോലെ വളരെ സഹോദര തുല്യമായ ചില സമയത്ത് പുള്ളി ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ ഞങ്ങളുടെ മീറ്റിംഗിലൊക്കെ ആകെ വരെ കൂടി ഇരിക്കാൻ പറയാൻ എനിക്ക് മാത്രമേ പവറുള്ളൂ അദ്ദേഹത്തിനടുത്ത്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ ചില ഷോർട്ട് ടെമ്പേർഡും കൂടാണ്. പക്ഷെ അത് സഭാ സ്നേഹം കൊണ്ടും ആത്മാർത്ഥം കൊണ്ടൊക്കെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അച്ഛന് വൈദികരെ പ്രതിനിധീകരിച്ച് ഇവിടെ നല്ല വാക്കുകൾ പറഞ്ഞതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു.